നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി മിന്നുന്ന പ്രകടനം പുറത്തെടുക്കുന്ന രണ്ട് സൂപ്പർ താരങ്ങളാണ് ജൂഡ് ബെല്ലിംഗ്ഹാമും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറും. നമുക്കറിയാം, നിരവധി ഗോളുകളും അസിസ്റ്റുകളും ഈ സീസണിൽ ഈ രണ്ടു പേരും നേടിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിന്റെ ഈ സീസണിലെ കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള രണ്ട് താരങ്ങളാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ബാലൻഡിയോർ പോരാട്ടത്തിൽ ഈ രണ്ട് താരങ്ങളും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. വരുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക, യൂറോ കപ്പ് തുടങ്ങിയ ടൂർണമെന്റുകൾക്കും ഈ ഒരു ബാലൻഡിയോർ പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. എന്നാൽ തന്നേക്കാൾ മുൻതൂക്കം വിനീഷ്യസ് ജൂനിയറിനാണ് ഉള്ളത് എന്നുള്ള കാര്യം ബെല്ലിംഗ്ഹാം തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മുന്നേറ്റ നിര താരങ്ങൾക്കാണ് ബാലൻഡിയോർ സാധ്യത കൂടുതലെന്നും ഈ സീസണിലെ ഏറ്റവും മികച്ച താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ് എന്നുമാണ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ അങ്ങനെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ബാലൻഡിയോർ എപ്പോഴും ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ അത് സ്ട്രൈക്കർമാരും വിങ്ങർമാരുമാണ്. അത്തരത്തിലുള്ള ഫ്ലാഷി പ്ലെയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ആരാധകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്നെനിക്കറിയാം. പക്ഷെ വിനീഷ്യസ് ജൂനിയർ ചെയ്യുന്നത് പോലെ എനിക്ക് സാധിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ് എന്നുള്ളത്. തീർച്ചയായും അദ്ദേഹവും എന്നെ കുറിച്ച് ഇങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. നമ്മുടെ സഹതാരങ്ങൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടിയായാൽ അതിന്റെ ഗുണം തീർച്ചയായും കളിക്കളത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. അദ്ദേഹവും ഞാനും തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് വേറെ ലെവലാണ്. അദ്ദേഹത്തിന് ബാലൻഡിയോർ ലഭിച്ചാൽ തീർച്ചയായും ഞാനും അഭിമാനിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സക്സസിൽ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ തന്റെ സഹതാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കളിക്കളത്തിൽ രണ്ടുപേരും പരസ്പരം സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേർക്കും ഒരുപോലെ ഈ സീസണിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക എന്നുള്ളതാണ് ഈ രണ്ട് താരങ്ങളുടെയും മുന്നിലുള്ള ഇപ്പോഴത്തെ ലക്ഷ്യം. ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ റയലിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.